Hi friends, welcome to Sony's 5-minute classes. വിദ്യാർത്ഥികൾ PSC എക്സാം കാൻഡിഡേറ്റ്സ്, ഇംഗ്ലീഷിനെ സ്നേഹിക്കുന്നവർ എന്നിവർക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടും, ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. പാലിൻഡ്രോം എന്ന വാക്കിന്റെ മീനിങ് പിറകോട്ട് ഓടുക എന്നാണ്. ആയതിനാൽ മുന്നിലോട്ടും പിറകോട്ടും ഒരുപോലെ വായിക്കാവുന്നതും എഴുതാവുന്നതുമായ വാക്കുകളും വാചകങ്ങളും പാലിൻഡ്രോം എന്നറിയപ്പെടുന്നു. ഇതിൽ ആദ്യ ഭാഗത്ത് ഏതാനും പാലിൻഡ്രോം വാക്കുകളും അവസാന ഭാഗത്ത് രസകരവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നതുമായ പാലിൻഡ്രോം സെന്റൻസസുമാണ്. ആയതിനാൽ വീഡിയോ അവസാനം വരെ കാണണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് പാലിൻഡ്രോം വേർഡ്സിനെ നോക്കാം. ഫസ്റ്റ് കോളത്തിൽ നൽകിയിരിക്കുന്നത് 3 ലെറ്റേഴ്സ് ഉള്ള പാലിൻഡ്രോംസ് ആണ്. ഇത് നമുക്ക് സുപരിചിതമായ വാക്കുകളാണ്. ചിലത് നോക്കാം. നൻ, കന്യാസ്ത്രീ, ജിഗ്, ഒറ്റ കുതിരയുള്ള വണ്ടി. ഇനി സെക്കൻഡ് കോളത്തിൽ നൽകിയിരിക്കുന്നത് 4ഉം 5ഉം ലെറ്റേഴ്സ് ഉള്ള പാലിൻഡ്രോംസ് ആണ്. ഇതിൽ ചിലത് പറയാം. പീപ്പ്, ഒളിച്ചു നോക്കുക. ടെനിറ്റ്, നിയമം. സോളോസ്, ഒറ്റയ്ക്ക് പാടുന്ന പാട്ട്, സോളോ, അതിന്റെ പ്ലൂരലാണ്. ഇനി തേർഡ് കോളം 5ഉം 6ഉം 7ഉം ലെറ്റേഴ്സ് വരുന്ന പാലിൻഡ്രോംസ് ആണ്. അതിൽ നമുക്ക് സുപരിചിതമായവ തന്നെയാണ്. ചിലവ കയക്, തുഴച്ചിലിന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ബോട്ട്. സാഗസ്, നീണ്ട കഥ, ലോങ് സ്റ്റോറി. റഡർ, റെഡ് എന്നുള്ളതിന്റെ വകഭേദമാണ് ചുവന്ന നിറമുള്ള. റീപേപ്പർ, ചുവരിൽ വാൾപേപ്പർ ഒട്ടിക്കുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കാം. ഡിഫൈഡ്, ആരാധിക്കുക. ഇനി ഫോർത്ത് കോളത്തിൽ നൽകിയിരിക്കുന്നത് 3 പാലിൻഡ്രോംസ് ആണ്. അതിൽ 9 ലെറ്റേഴ്സ് വീതമുള്ള 2 എണ്ണമുണ്ട്. എവിറ്റേറ്റീവ്, വെറുപ്പുളവാക്കുന്ന എന്നർത്ഥം. നെക്സ്റ്റ് റീഡിവൈഡർ, വീണ്ടും വിഭജിക്കുക. അടുത്തതായി നൽകിയിരിക്കുന്നത് 11 ലെറ്റേഴ്സ് ഉള്ള ഇംഗ്ലീഷിലെ ഏറ്റവും നീളം കൂടിയ ദ ലോങ്സ്റ്റ് പാലിഡ്രോമിക് വേർഡ് ഇൻ ഇംഗ്ലീഷ്, ഡിറ്റാട്രേറ്റർ. ഇത് ഫ്രൂട്ട്സിൽ നിന്ന് ടാർട്ടാറിക് ആസിഡ് വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ്. ദെൻ ഏറ്റവും അവസാനമായി നൽകിയിരിക്കുന്നത് മലയാളം. ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കല്ലെങ്കിലും മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള ഒരു വക നൽകുന്നു. മലയാളം എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ അത് പാലിൻഡ്രോം വേർഡായി മാറുന്നു. ഇനി നമുക്ക് ചില പാലിൻഡ്രോം സെന്റൻസുകളെ നോക്കാം. ഫസ്റ്റ് വൺ, നോ ലെമൺസ് നോ മെലൺ. ഇത് വലത്തു നിന്ന് ഇടത്തോട്ടും ലെറ്റർ ബൈ ലെറ്റർ ഇങ്ങനെ വായിക്കാം. ചിഹ്നങ്ങൾ ഒഴിവാക്കി വായിക്കണം എന്ന് മാത്രം. രണ്ടാമത്തെ, മാഡം ആം ആഡം. മൂന്നാമത്തെ, സ്റ്റെപ്പ് ഓൺ നോ പെറ്റ്സ്. ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാലിൻഡ്രോം സെന്റൻസ് ആണ്. കാരണം ചിഹ്നങ്ങളൊന്നുമില്ല, കറക്റ്റായി വലത്തു നിന്ന് ഇടത്തോട്ട് വായിക്കാം. നെക്സ്റ്റ് വൺ, ലിവ് നോട്ട് ഓൺ ഇവിൾ. അഞ്ചാമത്തെ, റൈസ് ടു വോട്ട് സർ. ആറാമത്തെ വളരെ പ്രശസ്തമായതും രസകരവുമായ ഒരു പാലിൻഡ്രോമാണ്. വാസ് ഇറ്റ് എലിയറ്റ്സ് ടോയ്ലറ്റ് ഐ സോ. ഞാൻ കണ്ടത് എലിയറ്റിന്റെ ടോയ്ലറ്റ് ആയിരുന്നു. TS എലിയറ്റ് ഇംഗ്ലീഷിലെ വളരെ പ്രസിദ്ധനായൊരു എഴുത്തുകാരനാണ്. ഏറ്റവും പോപ്പുലറായ ഒരു പാലിൻഡ്രോം കൂടിയാണ് ഈ ആറാമത്തെ. സെവൻത്ത്, വാസ് ഇറ്റ് എ കാർ ഓർ എ കാറ്റ് ഐ സോ. ഞാൻ കണ്ടതൊരു കാറാണോ ഒരു പൂച്ചയാണോ. എയ്ത്ത് വൺ, വാസ് ഇറ്റ് എ ബാർ ഓർ എ ബാറ്റ് ഐ സോ. അടുത്തത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു പാലിൻഡ്രോമാണ്. ഇത് വേർഡ് ബൈ വേർഡ് പാലിൻഡ്രോമാണ്. മുന്നേ നമ്മൾ കണ്ടതെല്ലാം ലെറ്റർ ബൈ ലെറ്റർ ആണ്. ഓരോ ലെറ്റർ വീതമാണ് തിരിച്ച് വായിക്കേണ്ടത്. ഇത് വേർഡ് ബൈ വേർഡ് നമുക്ക് തിരിച്ചു വായിക്കാനായി സാധിക്കും. വിമൻ അണ്ടർസ്റ്റാൻഡ് മെൻ, ഫ്യൂ മെൻ അണ്ടർസ്റ്റാൻഡ് വിമൻ. രസകരമായൊരു മീനിങ് ഉള്ള പാലിൻഡ്രോം കൂടിയാണ്. സ്ത്രീകൾ പുരുഷന്മാരെ മനസ്സിലാക്കുന്നു, പക്ഷേ വളരെ കുറച്ച് പുരുഷന്മാർ മാത്രം സ്ത്രീകളെ മനസ്സിലാക്കുന്നു. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും മറക്കരുത്. താങ്ക്